الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤتي من لدنه أجرا عظيما. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മനസ്സാക്ഷിയുള്ള എല്ലാവരുടെയും ഒരു വേദനയാണ് ഫലസ്തീനിലെ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ. ആരെങ്കിലും അതിനെ അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യത്വപരമായ യാതൊരുവിധ മൂല്യവും മനസ്സിലില്ലെന്ന് മാത്രമല്ല, അവർ തികച്ചും വർഗീയമായി ചിന്തിക്കുന്ന, മനുഷ്യത്വ വിരുദ്ധമായി ചിന്തിക്കുന്നവരാണെന്ന് വിലയിരുത്തുവാൻ ഇതിലും വലിയൊരു തെളിവ് ഇനി ആവശ്യമില്ല. യഥാർത്ഥത്തിൽ 5 ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തിട്ടുള്ള, സ്വന്തം നാടിൽ നിന്ന് കിടപ്പാടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ടി വന്ന, അതേപോലെ തന്നെ ഏകദേശം 1 ലക്ഷത്തിനു താഴെ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള, പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളുമാണ് ആ മരണപ്പെട്ടവരിലധികവും. അതിലേറെയൊക്കെ ഏറ്റവും ക്രൂരമായതാണ് പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളത്. ലോകം മുഴുവനും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യപ്പെടുമ്പോഴും അതവിടേക്ക് എത്തുവാൻ മാർഗമില്ലാതെ, കൊടുക്കുവാൻ മാർഗമില്ലാതെ, ഒരു തുള്ളി വെള്ളം കിട്ടാൻ അവരനുഭവിക്കുന്ന പ്രയാസവും അവർക്കൊരു തുള്ളി വെള്ളം നൽകാൻ ലോകം അനുഭവിക്കുന്ന സാഹസികതയുമെല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ മനുഷ്യത്വപരമായി അവർക്ക് ഭക്ഷണവുമായി വളരെ സാഹസികമായ ഒരു യാത്ര കടലിലൂടെ നടത്തി അതിനുപോലും അവിടെ എത്തുവാനും നിർഭയത്വത്തോടുകൂടെ യാത്ര ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമില്ലാതാകുന്ന, എല്ലാം ആധുനികം പുതിയ കാലമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും മനുഷ്യത്വത്തിന് യോജിക്കാത്തതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ വിശ്വാസികളുടെ മനസ്സിൽ നിന്നും ഒരിക്കലെങ്കിലും ഒരു പ്രാർത്ഥന ഇവർക്ക് വേണ്ടി ഉയരാതിരുന്നിട്ടുണ്ടാവില്ല.
എല്ലാവരും ആത്മാർത്ഥമായും നിഷ്കളങ്കമായും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. അപൂർവമായിട്ടെങ്കിലും വിശ്വാസ ദൗർബല്യമുള്ളവർ ചോദിക്കാതിരുന്നിട്ടില്ല, എന്താണ് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അവർക്ക് ഒരു സഹായം ലഭിക്കാത്തത്, അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാകാത്തത് എന്ന് പലരും ചോദിച്ച് കാണുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ആരുടെയെങ്കിലും മനസ്സുകളിൽ അത്തരമൊരു സംശയം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും. ഒരു പക്ഷേ ഒരു 5 വയസ്സായ നമ്മുടെ വീട്ടിലെ കുട്ടി പോലും ചിലപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, ആ കുട്ടികൾ എന്താണ്, അവർക്കൊരു കരുണ ലഭിക്കാത്തത്, എന്താണ് അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകാത്തത് എന്നൊരു പക്ഷേ അറിയാതെ ചോദിച്ചു പോയിട്ടുണ്ടായിരിക്കും. സത്യത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസത്തിന്റെ ഒരു നിലക്കും നമ്മുടെ വിശ്വാസത്തിൽ ഒരു രോഗം വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം വരാതിരിക്കാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഞാൻ ആമുഖത്തിൽ പാരായണം ചെയ്ത ആയത്ത് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സൂറത്തു നിസായിലെ 40-ാമത്തെ വചനം, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. നമ്മുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ രൂപീകരിച്ചെടുക്കുന്നതല്ല. നമുക്ക് അടിസ്ഥാനപരമായൊരു വിശ്വാസം, അത് ജീവിതത്തിന്റെ ഏതു സാഹചര്യങ്ങളിലും ഇളകാതെ നിലനിൽക്കുന്ന ഒരു വിശ്വാസം അഖീദ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അത് ഉറപ്പിച്ചിട്ടൊരു കാര്യമാണ്. അതിന് ഒരു സാഹചര്യത്തിലും ഒരു കുലുക്കം ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിൽ വർധനവുകളും കുറവുകളൊക്കെ ഉണ്ടാകാൻ പറ്റും, പക്ഷെ അതിലൊരിക്കലും നമുക്ക് സംശയങ്ങളോ അതേപോലെ തന്നെ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ വരാൻ പാടില്ല. നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഒരു അണ്ണുമണി തൂക്കം, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, അണ്ണുമണി തൂക്കം അള്ളാഹു അനീതി ചെയ്യില്ലെന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിൽ എവിടെയെങ്കിലും തോന്നാൻ പോലും പാടില്ല ഇതിൽ അനീതി ഉണ്ട് എന്ന് തോന്നാം. അത് നമ്മൾ വിശ്വാസം. അള്ളാഹു ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അള്ളാഹു പരമ കാരുണികനാണ്, അളവറ്റ ദയാപരനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അനീതി ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുവാൻ പോലും ഒരു വിശ്വാസിക്ക് അവകാശമില്ലാണ്. ഒരുപക്ഷെ നമുക്ക് ചില മനസ്സിലാകായ്മകൾ ഉണ്ടായിരിക്കാം. നമ്മളൊക്കെ അറിയുന്നതിലേറെ ഒരുപക്ഷെ എത്ര കുറച്ച് മാത്രമേ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. അള്ളാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു അറിയുമെന്ന് നിനക്കറിയില്ല. എല്ലാം സൂക്ഷ്മമായി. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അവിടെ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സിന്റെ വേദന നമ്മളൊന്നും പറയാതെ അതിസൂക്ഷ്മമായി അള്ളാഹു അറിയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ യുക്തിപരമായ ചില കാര്യങ്ങൾ, അള്ളാഹുവിന്റെ യുക്തിയും അവന്റെ അറിവും അനുസരിച്ചാണ് അവരെല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നത്. അവിടെ മാത്രമല്ല സുഹൃത്തുക്കളെ, പരസ്പര കാര്യം മാത്രം, നമ്മുടെയൊക്കെ തന്നെ ജീവിതങ്ങളിൽ നമുക്ക് ചില നിഗൂഢതകളുണ്ട്, മനസ്സിലാകായ്മയുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ അറിയാതെ മനസ്സ് ചോദിച്ചിട്ടുണ്ടായിരിക്കും, എന്താപ്പം ഇങ്ങനെ, എന്താപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് എന്ന് നമ്മുടെ മനസ്സെന്നെ അറിയാതെ ചോദിച്ചു. അള്ളാഹുവിന് ചില യുക്തികളുണ്ട്. ആ യുക്തി നമുക്ക് മനസ്സിലാവൂല. അത് അങ്ങനെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തരാനാണ് സൂറത്തു അൽ കഹ്ഫിൽ ഖിളറും അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമും കൂടെയുള്ള യാത്ര. അവിടെ മനസ്സിലായികമയാണ്. മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായി അത് ന്യായമാണെന്ന്. അപ്പൊ മനസ്സിലാകുന്നത് വരെ അത് അന്യായമാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. അമ്മസഫീന, എന്തിനാണ് ഒരു കപ്പൽ കേറിയ കപ്പൽ പൊളിച്ചത്? എന്തിനാ കപ്പൽ? എന്തിനാണ്? യാത്ര ചെയ്യാൻ സഹായം ചെയ്ത യാത്രക്കാരെ കപ്പൽ പൊളിച്ചിട്ട് വേണോ അതിന് ഇറങ്ങി പോരാൻ? അത് ഫകാനത്തിൽ മസാകിന യഅമലൂന ഫിൽ ബഹർ ഫഅറത്തു അൻ അഈബഹ വകാന വറാഅഹും മലിക്. അവിടെ വിശദീകരിച്ചു അതെന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ അറിയൂ. അള്ളാഹ്ക്ക് മാത്രം, വേറെ ആർക്കും അറിയില്ല. കാരണം എന്താണ്? ഒരു രാജാവുണ്ട്, ഡാമേജ് ഇല്ലാത്ത എല്ലാ കപ്പലുകളും അയാൾ നശിപ്പിക്കും. ഇപ്പൊ ചെറിയൊരു കേടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ സാധുക്കൾക്ക് എല്ലാ കാലത്തും അവരുടെ തൊഴിൽ വരുമാന മാർഗം മുടങ്ങാതെ പോകും. കപ്പൽ കേടുന്നിട്ടില്ലെങ്കിലോ, നല്ല കപ്പലാണെങ്കിലോ രാജാവ് പിടിച്ചോണ്ടുപോകും. അത് നിർബന്ധമായും അതിന് കേട് വരുത്തേണ്ടിയിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞപ്പോ അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള പ്രതികൂലതകൾ, രോഗങ്ങൾ, ഇത് എന്താണ് ഇതിന്റെ ഭാവി എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. അത് ഗൈബാണ്, അദൃശ്യമാണ്. എന്താണ് ഇതിന്റെ അന്ത്യം, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഭാവി അറിയാത്ത നമ്മൾ ഒരു കാര്യത്തെ വിലയിരുത്തി അത് ശരിയല്ല ശരിയാണ് എന്ന് പറയാൻ ആത്യന്തികമായി നമുക്ക് എങ്ങനെ കഴിയും? ഒരു കുട്ടിനെ കൊന്നു അല്ലെ, ഒരു കുട്ടിനെ കൊന്നു ഹിളർ. ആ കൊന്ന കുട്ടിനെ എന്തിനാണ് കൊന്നത്? നഫ്സൻ സക്കിയ. ഒരു ചെറിയ കുട്ടിനെ കൊല്ലാൻ എന്തായാലും ഒരു ന്യായം ഉണ്ടാവില്ല, ഉറപ്പല്ല.
ഒരു ചെറിയ കുട്ടിനെ കൊല്ലാൻ എന്ത് ന്യായം ഉണ്ടാകും? പക്ഷെ കൊന്നു. അവസാനം പറഞ്ഞു കൊടുത്തില്ലേ, ഇപ്പൊ അമ്മൽ ഗുലാം, എന്നാൽ ആ കുട്ടി ഫകാന അബവാഹു മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ മാതാപിതാക്കളുടെ മക്കളാണവർ. അപ്പൊ ഖശീന അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്ര. ആ കുട്ടി വലുതായി വന്ന് അവൻ അക്രമങ്ങളും അവിശ്വാസമൊക്കെ ആയിട്ട് വരൂ. അതുകൊണ്ട് അവന് ചെറുപ്പത്തിൽ തന്നെ പോയാൽ അവനും ഗുണമാണ്, എല്ലാ നിലക്കും ഗുണകരമാണ്. ഓരോ കാര്യങ്ങൾക്കും മതിൽ നേരാക്കിയതിനെ കുറിച്ച് ഇതെന്തിനാണ് അള്ളാഹു പറഞ്ഞത്? നമുക്ക് മനസ്സിലാവാത്ത യുക്തികൾ ഉണ്ടായിരിക്കും ഓരോ വിഷയത്തിൽ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചോ കാര്യങ്ങൾ കണ്ടോ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വിശ്വാസത്തിൽ പ്രധാനമാണ് സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യപ്പെടൂല. അള്ളാഹുവിനോട് ഒരാളും എന്തിനാണ് അങ്ങനെ ചെയ്തെന്നുള്ള ചോദ്യം അള്ളാഹുവിനില്ല. എന്നാൽ നമ്മളെല്ലാവരും ചോദിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തിനോ അങ്ങനത്തെ ഒരു സംശയത്തിനോ ഒന്നും അവകാശമില്ല. പിന്നെ സമയം അവസാനിച്ചു, അക്രമികൾക്ക് ശിക്ഷ കിട്ടേണ്ട സമയം അവസാനിച്ചു എന്നാരാ പറഞ്ഞത്? അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടുന്ന ആളുകൾക്ക് സഹായവും കാര്യങ്ങളും ലഭിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൻ സാലിമൂൻ. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കുക തന്നെ ചെയ്യരുത്. അള്ളതൊന്നും കാണാഞ്ഞിട്ടല്ല. പിന്നെയോ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ അഞ്ചിപ്പോകുന്ന, തുറിച്ചു പോകുന്ന ഒരു ദിവസത്തേക്ക് അള്ളാഹ് നീട്ടിവെച്ചിരിക്കുകയാണ്. അള്ളാഹു കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഏറ്റവും തീഷ്ണമായ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കുന്നത് മരണത്തിന് ശേഷമാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സമാനമായ എത്രയോ സംഭവങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആൾക്കാർ, വിശ്വാസികളാണെന്ന് പറഞ്ഞ അള്ളാഹു വിശ്വസിച്ച എല്ലാവരെയും എന്താണ് തീയുണ്ടാക്കിയിട്ട് അതിൽ ചുട്ട് കരിക്ക്. അപ്പൊ ഉമ്മാക്ക് ചാടാൻ ഒരു മടിയില്ല. പക്ഷെ കയ്യിൽ കിടക്കുന്ന പിഞ്ചു പൈതലിനെ എങ്ങനെ തീയിലേക്ക് ഇടുന്നുള്ളതാണ് അവരുടെ വേദന. പക്ഷെ എന്ത് ചെയ്തു? അവർ ചാടി. ആ കുട്ടി പറഞ്ഞു ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സ്ത്രീ ചാടി. നമുക്കറിയാം, ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. എന്തിനറിയും? ഇത്രയും ഭീകരമായ പരീക്ഷണങ്ങൾക്ക്, ഒരിക്കലും തുല്യതയില്ലാത്ത പരീക്ഷണങ്ങൾക്ക് ലോകത്ത് പല സന്ദർഭങ്ങളിലായിട്ട് ആളുകൾ വിധേയരായിട്ടുണ്ട് എന്ന് വിശ്വാസികളോട് എന്തിനാ പറയണത്? അത്തരം തീഷ്ണമായ രംഗങ്ങൾ കാണുമ്പോൾ എന്തിനാന്ന് ചോദിക്കരുത് എന്നാണ്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. കിടങ്ങിന്റെ ആളുകൾ കൊല്ലപ്പെടട്ടെ എന്ന് അവരിങ്ങനെ ഇരുന്ന് കാണുകയാണ്. വിശ്വാസികളായ ആളുകൾ തീജ്വാലകളിൽ കരിഞ്ഞമരുന്ന കാഴ്ച അവരിങ്ങനെ കണ്ട് ആസ്വദിക്കണം. എന്നിട്ട് അവരെ ശിക്ഷ എവിടെ സുഹൃത്തുക്കളെ? അവരെ ശിക്ഷ എവിടെയാണ്? അള്ളാഹ് പറയുന്നുണ്ട്, തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് തുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. സത്യവിശ്വാസികളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ടെന്നാണ്. അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ കരിഞ്ഞമർന്ന ആളുകൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നാണോ വിചാരിക്കണത്? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. വിശ്വസിക്കുകയും സൽപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലമുണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയം. ഈ ദുനിയാവിൽ എന്ത് നഷ്ടം പറ്റിയാലും അതിനേക്കാളും വലിയൊരു വിജയം വേറല്ല എന്നുള്ളതാണ്. അള്ളാഹു ഈ ലോകത്തിന്റെ ക്രമം നിശ്ചയിച്ച അങ്ങനെയാണ്. എത്രയും വലിയ നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, എത്ര വലിയ തിന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അത് ഈ ലോകത്തിന്റെ നമുക്ക് ഏറ്റവും ഭീകരമായ അക്രമങ്ങൾ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അക്രമികൾക്ക് കൊടുത്തിട്ടുണ്ട്. നന്മകൾ ചെയ്യാനുള്ളത് അവിടെ എത്ര ഭീകരമായ മനുഷ്യഹത്യ അവിടെ നടത്തുമ്പോഴും മനുഷ്യത്വപരമായി ലോകത്ത് പ്രതികരിക്കുന്നത് ധാരാളം കാണുന്നില്ലേ സുഹൃത്തുക്കളെ? അവർക്ക് എന്താ അവരോടുള്ള ബന്ധം? വിശ്വാസത്തിന്റെ ബന്ധങ്ങളുമില്ലാത്ത ആളുകൾ മാനുഷിക ബന്ധത്തിന്റെ മേൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതങ്ങനെയാണ്. ലോകത്തിൽ അള്ളാഹു ഓരോ മനുഷ്യൻ, ഒരുപക്ഷെ
ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പരീക്ഷിക്കപ്പെട്ട ഒരു കാര്യമായിരിക്കണം ഗസയിൽ നടക്കുന്ന ഈ നരഹത്യ. എല്ലാവരും പരീക്ഷിക്കപ്പെടും. കാരണം നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഇതിനൊക്കെ ന്യായീകരിക്കണം. പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് ന്യായീകരിക്കുന്ന ആളുകൾ നമ്മൾ കാണില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും മനസ്സാക്ഷി പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുന്നത്, നമ്മളെ പരീക്ഷിക്കപ്പെട്ടില്ലേ? ഈ സംഭവമൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിച്ച പോലെ പാതിരാവിലെ പ്രാർത്ഥനകളിൽ ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ ഉണ്ടോ ഇല്ലയോ എന്ന പരീക്ഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. പരസ്യമായ ഒരു സ്ഥലത്ത് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഹൃദയത്തിൽ അങ്ങനെ ഒരു മനസ്സുണ്ടോ എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വയം പരീക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ ഇതൊക്കെ കൃത്യമായി തൂക്കി കണക്കാക്കി കൊടുക്കും എന്ന് നമുക്ക് വിശ്വാസമല്ലേ? ഇതൊക്കെ കൃത്യമായി തൂക്കി കണക്കാക്കി ആ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്ന എല്ലാ മയ്യത്തുകൾക്കുമുള്ള പ്രതികാരം അള്ളാഹു വളരെ കൃത്യമായി കൊടുക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ലേ സുഹൃത്തുക്കളെ? നീതിയുടെ തുലാസ് അന്ത്യനാളിൽ നാം സ്ഥാപിക്കും. ഒരാളോടും ഒരു അനീതിമെന്ന് ചെയ്യൂല. നീതിപൂർവകമായ തീരുമാനം അള്ളാഹു എടുക്കുന്നതാണ്. അണ്ണുമണി തൂക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ കൊണ്ടുവരുന്നതാണ്. നാം പോരെ വിചാരണക്ക് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ വളരെ കണക്ക് പരലോകം. അതൊക്കെ കണക്ക് കൂട്ടി കൃത്യമായി കൊടുക്കും. ഇവിടുന്ന് കൊടുക്കുന്നതിനേക്കാളും ഭയാനകമാണ് പരലോകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഗൗരവപരമായി ചിന്തിക്കണം. ഖുർആൻ പല സ്ഥലങ്ങളിലായി ഇത്തരം അതിക്രമങ്ങളെ, വിശ്വാസികൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹു പറയുന്ന ധാരാളം പരാമർശങ്ങളുണ്ട്. വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലുള്ള സാഹചര്യങ്ങൾ മുമ്പും എന്താണ് ഇതുപോലെ ഉണ്ടായി പോയിട്ടുണ്ട് എന്നാണ്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ എന്ത് ചെയ്യും? ആവർത്തിച്ച് പല സമൂഹങ്ങളിലും പല നാടുകളിലും പല കാലങ്ങളിലുമായി ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എന്തിനാണത്? നിങ്ങളിലെ വിശ്വാസികളെ തിരിച്ചറിയാൻ, നിങ്ങൾ ഇന്ന് രക്തസാക്ഷികൾ ഉണ്ടാവാൻ. അങ്ങനെ ഖുർആനിലെ ആയത്തുണ്ട്, രക്തസാക്ഷികളോട് നിങ്ങൾ ഇന്ന്. കാരണം രക്തസാക്ഷിത്വം എന്നുള്ളത് ഒരു സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകാൻ പറ്റും. എനിക്കും നിങ്ങൾക്കിപ്പോ രക്തസാക്ഷിയാണെന്ന് വിചാരിച്ചാൽ പറ്റുമോ? രക്തസാക്ഷിത്വം എന്നത് അങ്ങനെ കൊല്ലപ്പെടാനുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമ്പോഴേ ഉണ്ടാവും. അപ്പൊ അള്ളാഹു കുറച്ച് ആളുകൾക്ക് രക്തസാക്ഷിത്വം കൊടുക്കാൻ തീരുമാനിച്ചാൽ, രക്തസാക്ഷിത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിലെ എല്ലാ പാപങ്ങളും പോർത്തു. ഒരുപക്ഷെ രക്തസാക്ഷിയായി മരിച്ചവരെ കുറിച്ച് പുറത്തു നിൽക്കുന്നവർ അവരുടെ മരണത്തെക്കുറിച്ച് സഹതപിക്കുമ്പോഴും ആ മരണപ്പെട്ട ആൾ എന്താ വിചാരിക്കുക? ഇനിയും ഒന്നുകൂടെ ജനിച്ച് ഒന്നുകൂടെ മരിക്കാൻ പറ്റിയെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ മരണം എത്ര ശ്രേഷ്ഠാണ്! ഒന്നും കൂടെ മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും എന്നാണ്. ഒരുപക്ഷെ എത്രമാത്രം വലിയ പ്രതിഫലമാണ് അതാ രക്തസാക്ഷിത്വം കിട്ടാൻ വേണ്ടി സമൂഹത്തിനും വിശ്വാസികൾക്കും പരീക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്നു. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വിശ്വാസികളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പരീക്ഷണങ്ങളിലൂടെ. ഇത്തരം തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ വലിയുമഹ്ഹിസല്ലാഹുൽ ലദീന ആമനൂ വയംഹഖൽ കാഫിരീൻ. സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുകയും സത്യവിശ്വാസികളെ അള്ളാഹു ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഭീരുക്കളാവരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതരായ ആളുകൾ എന്ന് അള്ളാഹു പറയും. ഇനിയും സൂറത്ത് ആൽ ഇംറാനിൽ 2-3 സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമിൽ ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. അങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളിൽ നിന്നും ജിഹാദ് ചെയ്യുന്നവർ,
ആരാണെന്ന് മനസ്സിലാക്കപ്പെടാതെ നിങ്ങൾ അങ്ങനെ സ്വർഗത്തേക്ക് കടത്തുവിടും. ഇത് നിങ്ങൾ ഇന്ന് ക്ഷമിക്കുന്നവരാരാണെന്നറിയും. ക്ഷമയുടെ ഏറ്റവും ഉന്നതമായ രൂപമല്ലേ സുഹൃത്തുക്കളെ കാണുന്നത്. അതൊക്കെ പൊട്ടുന്ന ബോംബുകൾക്കും മെഷീൻ ഗണ്ണുകൾക്കും മുന്നിലിങ്ങനെ ജീവിതം മക്കളെയും മടിയിൽ വെച്ചിരിക്കുന്ന കാഴ്ച, അതിനേക്കാളും വലിയ പരീക്ഷണ ഘട്ടങ്ങൾ എന്താണ്? അതിനൊക്കെ അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല. ഇതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന്റെ അപാരമായ യുക്തിജ്ഞാനങ്ങളുടെ തീരുമാനങ്ങളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും തീവ്രമായ പ്രാർത്ഥനകൾ തീർച്ചയായും അങ്ങനത്തെ ഒരു അനന്തര ഫലങ്ങൾ ഉണ്ടാകും. നോക്ക്, നിങ്ങൾ ഫറോവ കൊന്ന കുട്ടികളുടെ എണ്ണം അറിയോ? ഒരു കുട്ടിനെ ജനിക്കാൻ സമ്മതിക്കാതെ യുദബ്ബിഹൂന അബ്നാഅഹു വയസ്തഹയൂന നിസാഅഹു, ആണുങ്ങളെ മുഴുവനും കൊന്നുകളയുന്ന ഏറ്റവും എന്നിട്ട് സംഭവിച്ചു സുഹൃത്തുക്കളെ? അവസാന നിമിഷം കാത്തിരുന്ന് എവിടെ സഹായമെന്ന് ചിന്തിക്കാൻ മാത്രം തന്നെ എത്രമാത്രമാണ് അവസാനം. ഈ പീഡനങ്ങളുടെ സമാപനം എപ്പോഴാണ്? രക്ഷിക്കപ്പെടുന്ന ദിവസം പോലും എന്താ സംഭവിച്ചത്? ഷിർദിമത്തുൽ ഇതാ കുറച്ചാളുള്ളൂ, എല്ലാവരും വരിയെന്ന് മൊത്തം ആൾക്കാരെ വിളിച്ചിട്ട് ബനൂ ഇസ്രായേലിലെ വിശ്വാസികളെ മുഴുവൻ നാട് കടത്താൻ ആട്ടിപ്പായിപ്പിച്ച് കടൽ വരെ എത്തിച്ചു. ആ കടലിക്ക് ഇറക്കിയിട്ട് അക്കരെ കയറ്റിയിട്ടാണ് അവരെ കൊന്നത്. അതുവരെ അള്ളാഹു അവരെ ക്ഷമയെ പരീക്ഷിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ അറിയാൻ പറ്റും. അതുകൊണ്ട് സത്യത്തിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് അവന്റെ നീതിയിലും അവന്റെ കാരുണ്യത്തിലും ഒരു മാതാവിന്റെ 100 ഇരട്ടി കാരുണ്യമുള്ള അള്ളാഹുവിന്റെ സ്നേഹത്തിലും വിശ്വാസം അർപ്പിച്ച് പ്രതീക്ഷയോടുകൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാണ്. അള്ളാഹു അവിടെ എല്ലാ വിഷമങ്ങളും നീക്കി അക്രമികൾക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പര്യവസാനവും വിശ്വാസികൾക്ക് അള്ളാഹു പൂർണ്ണമായ സഹായവും മോചനവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു അറിവ് നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. സമയം കണ്ട് വായിച്ചോ പഠിച്ചോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഉസ്താദിയത്തോടുകൂടെ ഒരു ഗുരുനാമുഖത്തെങ്കിലും ഒരു അഖീദയുടെ വളരെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ, വിശ്വാസപരമായ ഗ്രന്ഥങ്ങൾ, പൂർവ്വ പണ്ഡിതന്മാർ വിശാലമായ വിശ്വാസങ്ങളെ സംക്ഷേപിച്ചെഴുതിയ ചെറിയ ചെറിയ പുസ്തകങ്ങൾ, അഖീദത്തുൽ വാസിത്തിയ, അഖീദത്തുൽ ത്വഹാവിയ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ വിശ്വാസപരമായ കാര്യങ്ങളെ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ. മഹാപണ്ഡിതന്മാർ അവിടെ അറിവുകളിൽ നിന്നും ഒരു വിശ്വാസി, ഒരു സാധാരണ വിശ്വാസി അറിയേണ്ട അനിവാര്യ കാര്യങ്ങളാണ് അതൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളത്. തീർച്ചയായും അത്തരം ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ചെയ്യണതൊക്കെ വെറുതെ ആയിപ്പോകും. കാരണം ഈമാനിൽ എന്തെങ്കിലും തകരാറ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊന്നും അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കില്ല. ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്ത്, ഈമാനോടുകൂടെയുള്ള അമലു സ്വാലിഹാത്താണ് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് വിശ്വാസം ശരിയായി ഉറപ്പില്ലാതിരിക്കുമ്പോൾ ചെറിയ ചെറിയ സംശയങ്ങൾ നമ്മുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും. അതാണ് പലപ്പോഴും സാധാരണക്കാരിൽ നിന്ന് ഉയരുന്ന ഇത്തരം ചോദ്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ദീനിനെ ശരിയായി പഠിക്കാനും ഉൾക്കൊള്ളാനും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയാനും പരിശ്രമിക്കണം. അള്ളാഹു അതിലുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളൊന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. പലസ്തീനിലെ ഗസയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും വിശ്വാസികളുടെയും എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാൻ. അക്രമികളായ ആളുകൾക്ക് അർഹമായിട്ടുള്ള പരിസമാപ്തി നൽകിക്കൊണ്ട് വിശ്വാസികൾക്ക് പൂർണ്ണമായ സമാധാനവും രക്ഷയും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമേ. ധാരാളം ആളുകൾ നമ്മോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളെയും നീക്കിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹുയുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നീ കൺകുടുംബ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു ഇതിൻ്റെ ഭയാനകമായ നരകത്തിന് മോചിപ്പിച്ച് നിന്റെ വിശാലമായ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله رب العالمين.